സോഷ്യൽ മീഡിയ വളർത്തിയ രാഷ്ട്രീയ താരമാണ് PV അൻവർ. മീഡിയയുടെ തണലിൽ വളർന്ന അൻവറെ അതേ സോഷ്യൽ മീഡിയ തന്നെ തകർത്തു. നിലമ്പൂരിൽ PV അൻവർ ഇടതു സ്വതന്ത്രനായി മത്സരിക്കാനെത്തുന്ന കാലം സോഷ്യൽ മീഡിയ പച്ച പിടിച്ചു തുടങ്ങിയ കാലം കൂടിയായിരുന്നു. സോഷ്യൽ മീഡിയയെ ഇടതു പോരാളികൾ ആദ്യം അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് ചുമരിൽ എഴുതുന്നതിലും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിലെ വാളിൽ പോസ്റ്റുന്നതാണ് എന്ന് കണ്ടെത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു 2016-ലും 2021-ലും നടന്നത്. രാഷ്ട്രീയ കേരളത്തിന് അപരിചിതനായിരുന്നു അൻവർ. എന്നാൽ നിലമ്പൂരിൽ ആര്യാടൻ്റെ സാമ്രാജ്യം തകർത്ത് MLA ആയതോടെ ഇടത് കേന്ദ്രത്തിൽ ഇഷ്ടതാരമായി അൻവർ വളർന്നു. ഇതോടൊപ്പം PV അൻവർ എന്നും വിവാദങ്ങളുടെ കൂടപ്പിറപ്പായി മാറുകയായിരുന്നു. LDF സ്വതന്ത്രനായാണ് അൻവർ നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും പൂർവാശ്രമത്തിൽ കോൺഗ്രസ്സുകാരനായിരുന്നു അൻവർ. പൂർവാശ്രമത്തിൽ കർഷക ഉടമയായിരുന്നു. വ്യവസായം സ്വർണ്ണഖനി ഉടമയുമായി അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടു. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ കക്കാടംപൊയിലിൽ വാട്ടർ പാർക്ക് നിർമ്മിച്ച് വികസന നീക്കങ്ങൾക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി കിട്ടിയതോടെയാണ് PV അൻവർ ജനശ്രദ്ധയെ ആകർഷിക്കുന്നത്. മലയിടിച്ചിലും വെള്ളപ്പൊക്കവും തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങിയ 2017-ലാണ് അൻവറിൻ്റെ കക്കാടംപൊയിലെ വാട്ടർ പാർക്ക് വിവാദത്തിലാവുന്നത്. കക്കാടംപൊയിലെ PV അൻവറിൻ്റെ PVR നേച്ചറോ പാർക്ക് ആവശ്യമായ പഠനം നടത്താതെയാണ് ആരംഭിച്ചതെന്നും ലൈസൻസ് ഇല്ലാതെ ആരംഭിച്ച പാർക്കിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി TV രാജൻ നൽകിയ പരാതിയാണ് അൻവറിനേറ്റ ആദ്യ പ്രഹരം. പിന്നാലെ അൻവറിനെതിരെ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ആരംഭിച്ചതോടെ CPM അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തി. അനധികൃത പാർക്ക് അടച്ചുപൂട്ടാനും തടയണ പൊളിച്ചു മാറ്റാനും കോടതി ഉത്തരവിടുന്നതുവരെ സോഷ്യൽ മീഡിയയിൽ ഇടതു സഹയാത്രികർ അൻവറിൻ്റെ സംരക്ഷകരായി ഉണ്ടായിരുന്നു. അൻവർ MLA ആയിരിക്കെ ആഫ്രിക്കയിൽ സ്വർണ്ണഖനി ആരംഭിച്ചതും മണ്ഡലത്തിൽ MLAയുടെ സാന്നിധ്യം ഇല്ലാതായതും വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. MLA കാണാനില്ലെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലത്തിൽ പരക്കെ പോസ്റ്റർ ഒട്ടിച്ചു. 2ാം തവണ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച അൻവർ മറ്റ് MLAമാർക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആഫ്രിക്കയിൽ നിന്നും പിന്നീടാണ് കേരളത്തിലെത്തിയത്. സ്പീക്കർക്ക് മുൻപാകെ പ്രത്യേകം സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. പ്രതിപക്ഷം അൻവറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുമായി രംഗത്തെത്തിയെങ്കിലും വിമർശനത്തിൻ്റെ മുനയൊടിക്കാൻ അൻവറിന് സോഷ്യൽ മീഡിയയിലെ പോരാളികളുടെ സഹായത്തോടെ കഴിഞ്ഞിരുന്നു. നിരവധി ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അൻവർ ഉയർത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയതായും ഈ പണം ബാംഗ്ലൂരിലേക്ക് മീൻവണ്ടിയിൽ കൊണ്ടുപോയെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നിയമസഭയിലായിരുന്നു. ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും സോഷ്യൽ മീഡിയ ഇത് ആഘോഷമാക്കി മാറ്റുകയായിരുന്നു അൻവറിൻ്റെ ശൈലി. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴും അൻവർ മീഡിയയെ കൃത്യമായി ഉപയോഗിച്ചു. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴും പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും വെല്ലുവിളിച്ച് നിരന്തരം വാർത്താ സമ്മേളനങ്ങളുടെ അൻവർ തീപ്പന്തമായപ്പോഴും സോഷ്യൽ മീഡിയയായിരുന്നു അൻവറെ ഏറ്റെടുത്തതും വളർത്തിയതും. PV അൻവറിൻ്റെ ഓരോ വാർത്താ സമ്മേളനങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കി. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കടുത്ത പ്രതിരോധത്തിലായി. സോഷ്യൽ മീഡിയയുടെയും മറ്റു മീഡിയകളുടെയും പ്രധാന വാർത്താ താരമായി അൻവർ വളർന്നുകൊണ്ടേയിരുന്നു. പശ്ചിമ ബംഗാൾ CPM-ൽ നിന്നും സമരത്തിലൂടെ പിടിച്ചെടുത്ത മമതാ ബാനർജിയുടെ രാഷ്ട്രീയത്തോടൊപ്പം ചേരാൻ തീരുമാനിച്ച അൻവർ കേരളത്തിൽ പിണറായിസം അവസാനിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തി. MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കി. പിണറായി സർക്കാരിൻ്റെ തകർച്ചയുടെ ആരംഭം നിലമ്പൂരിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. UDF-ലേക്ക് പ്രവേശിച്ച് അടുത്ത ടൈമിൽ ഭരണത്തിൻ്റെ ഭാഗമാവാൻ ആഗ്രഹിച്ച അൻവറിൻ്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടി കിട്ടി. UDF വാതിൽ കൊട്ടിയടച്ചു. ഇതോടെ നിരാശനായ അൻവർ പ്രതിപക്ഷ നേതാവിൻ്റെ മുഖ്യ എതിരാളി പിണറായി വിജയൻ എന്നത് മാറി. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ PV അൻവർ. സോഷ്യൽ മീഡിയയെ സമർത്ഥമായി ഉപയോഗിക്കുന്ന CPM-ന്റെ യുവരക്തം M സ്വരാജാണ് എതിരാളി. സോഷ്യൽ മീഡിയയ്ക്കപ്പുറം നേരിട്ടുള്ള പ്രകടനമാണ് വോട്ടായി മാറുകയെന്ന് കരുതുന്ന ആര്യാടൻ ഷൗക്കത്താണ് മറ്റൊരു എതിരാളി. ലാഭകരമല്ലാത്തതിനാൽ ആദ്യം മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച BJP-യും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരമാണ് അരങ്ങേറുക എന്നത് വ്യക്തം.